കേളകം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ കേളകം സുന്ദര കേളകം പദ്ധതിയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡ് പരിസരവും ടൗണും ശുചീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പൊരുമത്തറയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, 2026-27 തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ടൗണുകളും വാർഡുകളും ശുചീകരിച്ച് വൃത്തിയാക്കുക, സംസ്ഥാനത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ശുചീകരിക്കപ്പെട്ട കണ്ണൂർ ജില്ലയെ ആ രീതിയിൽ വീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേളകം ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ കുറേയേറെ കാലങ്ങളായി കേളകം ടൗൺ വളരെ മനോഹരമായ രീതിയിൽ ശുചീകരണ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ശുചീകരണ പ്രവൃത്തികൾ നടപ്പിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ശേഖരിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ എനിക്ക് കേളകത്തെ സാധാരണക്കാരായ ജനങ്ങളോട്, കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളോട് ഒരൊറ്റ കാര്യം മാത്രമേ അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇത് നമ്മുടെ വീട് പോലെ ഈ ടൗണിനെ കാണാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിഠായി തിന്നുമ്പോൾ അതിൻ്റെ കവറ് കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് ഇടേണ്ട കൃത്യമായ വേസ്റ്റ് ബിന്നിൽ ഇടേണ്ട ഒരു ഉത്തരവാദിത്വം അത് ഓരോ പൗരൻ്റേതുമാണ്. കണ്ണൂർ ജില്ലയിലുടനീളം പൊതുവിടങ്ങളും പാതയോരങ്ങളും ശുചീകരിക്കുന്നതിനായുള്ള കണ്ണൂർ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കേളകം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിക്കാൻ തീരുമാനിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ്തി രമണൻ, ജെ ബിനു, പഞ്ചായത്ത് സെക്രട്ടറി പൊന്നപ്പൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് യൂണിറ്റ് പ്രതിനിധികളായ MS തങ്കച്ചൻ, ബിജു കൊല്ലുവേലിൽ, BVVS പ്രതിനിധി ജോണി പാമ്പാടിയിൽ, വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണം നടത്തിയത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.